സിന്ധു നദീജല കരാർ വിഷയത്തിൽ UN യോഗത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് ഈ കരാർ മരവിപ്പിക്കാൻ കാരണമായതെന്ന് ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാൻ മറ്റുള്ളവരെ പഴിചാരുന്നത് അവസാനിപ്പിക്കണമെന്നും കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആവശ്യപ്പെട്ടു. വിനീത വി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. വിനീത, ശരിക്കും ഈ സിന്ധു നദീജല കരാർ നമ്മൾ അവസാനിപ്പിച്ചത് പാകിസ്ഥാനിൻ്റെ കവളത്തേറ്റ ഏറ്റവും വലിയ പ്രകടനമായിരുന്നു. അതിൽ നിന്ന് അവർ മോചിതരാകാൻ അവർക്ക് നന്നായി പാടുപെടുന്നു. അവർ പറയൂ വിവരങ്ങൾ. തീർച്ചയായും എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാന്റെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തൊട്ട് പിന്നാലെ UN യോഗത്തിലടക്കം അവർ എത്തി ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയെതിരെ ഇങ്ങനെ വീണ്ടും വീണ്ടും അവരിങ്ങനെ ആവർത്തിക്കുകയാണ് അവരുടെ നിലപാട് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ചെറിയ ചില വിമർശനങ്ങളൊക്കെയാണ് പാകിസ്ഥാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. തൊട്ട് പിന്നാലെ അത് പിന്നീട് വെല്ലുവിളിയിലേക്കൊക്കെ മാറിയൊരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. അന്ന് ഈ പാകിസ്ഥാനിലുള്ള പാക് പ്രധാനമന്ത്രി അടക്കം അന്ന് ഇന്ത്യക്കെതിരെ ഈ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളും ഒപ്പം തന്നെ ചില ഭീഷണികളും ഒക്കെ മുഴക്കിയിരുന്നു. ഇപ്പോൾ UN-ലെത്തി വീണ്ടും ആ കരാറിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ്. പറയുന്നത് ഈ UN യോഗത്തിൽ പാകിസ്ഥാനെതിരെ വിമർശനവുമായി ഇന്ത്യ കടുത്ത വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. പാക് പ്രധാനമന്ത്രി യോഗത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയാണ് ഇന്ത്യ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് കരാർ മരവിപ്പിക്കാൻ കാരണമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ മറ്റുള്ളവരെ പഴിചാരുന്നത് അവസാനിപ്പിക്കണമെന്നും യോഗത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനെ കുറിച്ച് പാക് പ്രധാനമന്ത്രി യോഗത്തിൽ നടത്തിയ പരാമർശത്തിലാണ് ഇന്ത്യയുടെ മറുപടി. പാകിസ്ഥാന്റേത് അനാവശ്യമായ ആരോപണങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിനീത വി ജി.